ഹായ്, എൻ്റെ കൂടെയുള്ളത് ഒരു ഫ്യൂച്ചർ എഞ്ചിനീയറാണ്. വെറും എഞ്ചിനീയർ അല്ല, IIT പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്ന എഞ്ചിനീയർ. സൈലം സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പോൾ JEE അഡ്വാൻസ്ഡ് റിസൾട്ട് വന്ന സമയത്ത് IIT സീറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലക്കാരനായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്ത് വീടുള്ള ഫൈസാനാണ്. അപ്പോൾ ഫൈസാൻ, എന്തുണ്ട്, സുഖാണോ? സുഖാണ് അല്ലേ? ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ക്ലേശയാണ്, എന്നാലും പറയൂ, എന്താണ് തോന്നുന്നത്? സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോ ഏത് IIT ആണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹം ടോപ്പ് IIT നല്ലൊരു ബ്രാഞ്ച് കിട്ടണമെന്നായിരുന്നു. അത് എവിടെയാലും കുഴപ്പമില്ല, ബോംബെയിലും കുഴപ്പമില്ല. ഇപ്പൊ എത്ര റാങ്ക്? റാങ്ക് OBC 4,000 സംതിങ്. പിന്നെ കോമൺ റാങ്ക് ലിസ്റ്റ് 17,000. ആ സ്കോറിന് എവിടെയൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കിയോ? അത് നോക്കിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ എങ്ങനെയാണ് മോനിക്ക് IIT പഠിക്കണം എന്നുള്ള ആഗ്രഹം എവിടെ നിന്ന് തുടങ്ങി? ഇത് 10th ശേഷമാണ് ഞാൻ കോളേജസിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പം അന്ന് എഞ്ചിനീയറിംഗും ടെക്നോളജി ഫീൽഡിലേക്കും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം IIT-കൾ NIT-കൾ എന്നുള്ള കോളേജസ് കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് എങ്ങനെ എത്തുക, എന്താണ് പഠിക്കേണ്ടതെന്നും അറിയുന്നില്ല. അപ്പോഴാണ് ഞാൻ 10th ശേഷം ഇങ്ങനെ സൈലം സ്കൂളിനെ പറ്റി അറിയുന്നത്. അപ്പം ഞാനൊരു ഫ്രണ്ട് വഴിയായിരുന്നു അറിഞ്ഞത്. പിന്നെ നെക്സ്റ്റ് എക്സാം എഴുതി, അതിലൂടെ ഞാൻ അഡ്മിഷൻ എടുത്തതാണ്. പിന്നെ 2 വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസ് പഠനത്തിൽ ജേണി? എങ്ങനെയുണ്ടായിരുന്നു എൻട്രൻസ് ജേണി? ഇവിടെ നല്ലതായിരുന്നു. പ്ലസ് ടുയുടെ കൂടെ തന്നെ പ്ലസ് 1 പ്ലസ് 2 സൈലം സ്കൂളിൽ പഠിച്ചതിന് കൂടെ തന്നെ എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത് വളരെ ഹെൽപ്ഫുൾ ആയി തോന്നിയപ്പോൾ. കാരണം പ്ലസ് 2 പഠിക്കാൻ എന്താ ടോപ്പിക്കാനാണല്ലോ, പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ടോപ്പിക്കാനാണ് എൻട്രൻസിന് വരുന്നത്. അപ്പം ആദ്യം മുതലേ എൻട്രൻസിനായിട്ടുള്ളൊരു കൺസെപ്ച്വൽ ലേണിംഗ് ചെയ്യാൻ പറ്റിയതിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കിങ്സ് 11 ബാച്ചിലെ കുട്ടികളും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം എൻട്രൻസിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമിന് മാർക്ക് കുറയോ, അങ്ങനെ ഒരു ടെൻഷൻ പല കുട്ടിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഫൈസാന് തോന്നുന്നത്? ഇല്ല, അങ്ങനെ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒന്നാമത് നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പം ഇത് തന്നെയാണ് ഇപ്പം ബോർഡ് എക്സാമിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ബോർഡ് എക്സാമിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തന്നെ കുറച്ചും കൂടുതൽ എൻട്രൻസ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതും പിന്നെ വേറൊരു ട്രിക്കി ലെവലല്ല, പക്ഷേ കോമൺ ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഫിസിക്സ് എക്സാം ടഫ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു എൻട്രൻസ് പഠിക്കുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ് അല്ലേ? ഹെൽപ്ഫുൾ ആണ് എന്തായാലും. അതായത് തീർച്ചയായും ബോർഡ് എക്സാമിന്റെ കൂടെ നമുക്ക് എൻട്രൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാര്യമാണ്. നമ്മൾ സൈലത്തിൽ 2 വർഷം പഠിച്ചു. അപ്പൊ അത് നമ്മൾ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി പ്രോഗ്രാംസ് അല്ലെ നമ്മൾ തരാറുണ്ടായിരുന്നു. GIBs അല്ലെ, മറ്റാരും കൊടുക്കാത്ത സംഭവമാണ് GIB. പിന്നെ നമ്മുടെ സ്പെഷ്യൽ DPPs ആണ്, നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള DPPs ആണ്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് LMRP ഒക്കെ. അപ്പൊ അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഒന്നാമത് ഫ്രീക്വൻ്റ് ആയി നടക്കുന്ന എക്സാംസ് ആയിരുന്നു. തുടക്കം മുതലേ ഇങ്ങനെ എക്സാംസ് നടന്നുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പാറ്റേണും അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏത് രീതി ചിന്തിക്കണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ, അതൊക്കെ ആദ്യം മുതലേ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ടും പിന്നെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഹെൽപ്ഫുൾ ആണ്. കാരണം ഭയങ്കര എക്സ്പീരിയൻസ് ആയ ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും അതിന് ഫാക്കൽറ്റീസിന്റെ എക്സ്പെർട്ടൈസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുത്തു? കാരണം ഇനി വരാമെന്നപ്പോഴൊക്കെ അത് ചെയ്യണമല്ലോ. അതന്നെ, ഫാക്കൽറ്റീസിനോട് ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ കഴിയുന്നതും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നോക്കുക. പിന്നെ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവരുടെ നോളേജും അവരുടെ എക്സ്പീരിയൻസും തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പം അതിൽ അവർ വരുമ്പോഴൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടായ ടോപ്പിക്സ് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ടുള്ളതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം എക്സാം അല്ലെ, അപ്പൊ നമ്മുടെ സൈഡിൽ ഒരുപാട് എക്സാംസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എക്സാംസും നമ്മുടെ JEE മെയിൻ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, JEE മെയിൻ എത്രയായിരുന്നു പെർസെന്റേജ്? JEE മെയിൻ 97.9. ഓക്കെ. നമ്മളിപ്പോ എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എക്സാമിന്റെ കാര്യം GIBs, ITS അങ്ങനെ മറ്റു മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ നമ്മുടെ JEE അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, മെയിൻ ആയിക്കോട്ടെ, ആക്ച്വൽ എക്സാംസ്,
അത് തമ്മിൽ എങ്ങനെയെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. JBകൾ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പലതും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ JMeins വന്നിട്ടുണ്ട്. അപ്പം ഒരു JMeins ലെവല് കോമ്പറ്റീഷൻ JBസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രയും കുട്ടികളായിരുന്നു എക്സാം, ആ കോമ്പറ്റീഷനും ആ റാങ്കിങ് ഒക്കെ വരുമ്പോൾ ശരിക്കും JMeins എങ്ങനെ എഴുതണ്ടെന്നുള്ളൊരു പ്രിപ്പറേഷൻ കൂടി ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അഡ്വാൻസിന്റെ മോക്ക് ടെസ്റ്റുകളും കുറെ നടന്നിട്ടുണ്ട്. അതിലും തന്നെ അഡ്വാൻസിലെ എക്സാമിന് വന്ന അതേ കോൺസെപ്റ്റ് ഉള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ അതിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആയിട്ടുണ്ട്. വാട്ട് അബൌട്ട് DPPs അത് പ്രത്യേകം പറയാനുള്ളത് തന്നെയാണ്. നമ്മൾ ഏതായാലും സ്കൂളിൽ തന്നെ സ്പെഷ്യലായിട്ട് വേറെ DPPs ഇറക്കാറുണ്ട്. ഓരോ ചാപ്റ്ററിനും ഓരോ DPPs ഇറക്കും. അപ്പം അതിലെ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ പല ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്ന് നോർമൽ ബേസിക് ആ കൺസെപ്റ്റ് റെഡി ആവാനുള്ള ക്വസ്റ്റ്യൻസും പിന്നെ മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. ചിലത് അഡ്വാൻസ്ഡ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു DPP കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചാപ്റ്ററിൽ ഉള്ള മിക്ക ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പം അത് വളരെ ഹെൽപ്ഫുൾ തന്നെയാണ്. കാരണം ഏത് എക്സാം ആണെങ്കിൽ തന്നെ ഇപ്പോൾ ബോർഡ് എക്സാം ആണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എൻട്രൻസ് ആണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാതും ഒരു ഓൾറൗണ്ടറായിട്ട് ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് DPPs വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇപ്പൊ അടുത്ത എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ പല കുട്ടികളും കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. കാരണം കുട്ടികൾ ചിന്തിക്കുന്നത് കുറച്ചും കൂടി കംഫർട്ട്, കാരണം JEE എന്ന് പറയുമ്പോൾ റിസ്ക് ആണല്ലോ. പക്ഷെ അവർ ആലോചിക്കുന്നില്ല ആ റിസ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് റിട്ടേണിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അല്ലെ. അപ്പോൾ പിന്നെ അവരോട് എന്താണോ എനിക്ക് പറയാനുള്ളത്? കാരണം നമ്മളെ കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ട് ആ റിസ്ക് എടുത്ത് കിട്ടിയാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ പീക്കിലാണ് ഇപ്പോൾ ഫൈസാൻ നിൽക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഫ്യൂച്ചറൊക്കെ അറിയാം അല്ലെ. അപ്പം എന്താണ് മോനെ എന്നോട്, കാരണം ചില ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് പാഷനുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ കംഫർട്ട് സോൺ നോക്കിയിട്ട് ചില മറ്റു കോഴ്സുകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് ഫൈസാന് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ കംഫർട്ട് മാത്രം നോക്കിയിട്ട് പോകുന്നത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നതാണ് പറയാം. കാരണം ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള NIT ആകട്ടെ അല്ലെങ്കിൽ IIT ആകട്ടെ, ഇതിലേക്കുള്ളൊരു ചാൻസാണ് നമുക്ക് JEE എക്സാമിലൂടെ കിട്ടുന്നത്. അപ്പം അതിനുള്ളൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം എടുക്കുന്ന എഫേർട്ടും ഹാർഡ് വർക്കും ഒരിക്കലും ഇതുകൊണ്ട് വെറുതെ ആവില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ഇതാണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിന് തന്നെ നോക്കണം എന്നാണ് ഞാൻ പറയാ. അപ്പം ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കരുത്. അപ്പം പിന്നെ +1 +2 കൂടെ തന്നെ ഇത് പഠിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഒരു എക്സ്ട്രാ ഇയർ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ അധികം സമയം ഇതിനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യം ഇതിലൂടെ വരുന്നില്ല. അപ്പം അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ +1 +2 കൂടെ തന്നെ അല്ലേ. കാരണം ഇപ്പൊ നമുക്ക് +1 +2 കൂടെ പഠിക്കാൻ 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് സൈലം സ്കൂൾസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനും ഓഫ്ലൈൻ ആയിട്ടുള്ള കിങ്സ് 11 ബാച്ച് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ മോൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെ. +1 +2 പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. അത് നമ്മുടെ ബോർഡ് എക്സാമിനും കൂടി സഹായിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മോൻ ഞാൻ പിടിച്ചിട്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NTA തലവനാക്കി വെക്കാന്ന് വിചാരിക്കാം, സപ്പോസ് അസ്യൂം ചെയ്യാം വെറുതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ JEEൽ എന്ത് മാറ്റാണ് വരുത്തുക? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ JEEൽ ക്വസ്റ്റ്യൻസിന്റെ ചിലതൊക്കെ റിപ്പീറ്റേഷൻ കുറച്ച് കൂടുതലുണ്ട്. അപ്പം പാറ്റേൺസ് നല്ല ഉണ്ടാവുന്നുണ്ട്. അപ്പം പാറ്റേൺ മാത്രം നോക്കി പഠിച്ച ഒരാൾക്ക് എന്തായാലും കിട്ടും. പാറ്റേൺ മാറ്റും അല്ലേ. പാറ്റേൺസ് മാറ്റുക, അല്ലെങ്കിൽ അഡ്വാൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ പുതിയൊരു പാറ്റേൺ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് വലിയ രീതിയിൽ കുഴപ്പമില്ല. പിന്നെ ഷിഫ്റ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, JEE എന്ന് പറഞ്ഞ എക്സാം എന്തോ വലിയ സംഭവമാണ്, അതിലെന്തോ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ തോന്നുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് മാറ്റം വരുത്തും എന്ന കാര്യം എന്താക്കിയത് മോനോട് ചോദിച്ചത്. അപ്പൊ മോൻ കുറച്ച് സിമ്പിൾ ആക്കും എന്നുള്ള ഉത്തരം പറഞ്ഞില്ല ഇവിടെ, ശരിയല്ലേ? സിമ്പിൾ ആക്കണം എന്ന ഉത്തരം പറഞ്ഞില്ല. കാരണം എന്ത് കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ സിമ്പിൾ ആണെങ്കിലും ടഫ് ആണെങ്കിലും ആരാണ് പ്രിപ്പയർ ചെയ്യുന്ന അവർക്കാണ് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെ, അത് ഏതാണെങ്കിലും. പിന്നെ ആകെ പറഞ്ഞത് പാറ്റേണിന്റെ കാര്യമാണ്. പാറ്റേണിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
അത് നല്ലതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നല്ലതാണ്. കാരണം പാറ്റേൺ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, പിന്നെ ഷിഫ്റ്റിൻ്റെതാണ്, അതൊക്കെ ചില ടെക്നിക്കൽ കാര്യം. അപ്പം പറഞ്ഞു മക്കളെ, അപ്പം നിങ്ങളിത് ജെഇ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, വലിയ മാലികറ മലയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ കംഫർട്ട് സോണുകളിലേക്ക് പോകരുത്. ഓക്കെ, കാരണം ഇതിൻ്റെയൊക്കെയുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങളിപ്പം കുറച്ച് കഷ്ടപ്പെട്ട് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ +1 കൂടെ പഠിക്കുന്നതാണെങ്കിൽ 2 വർഷം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു കോളേജിൽ എത്താൻ വേണ്ടി പറ്റുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ലൊരു ക്യാമ്പസ് ലൈഫ് കിട്ടുകയും ഓക്കെ, പിന്നീട് നമുക്ക് അവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ സംഭവവും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പം IIT ആണ് എന്നുള്ള ഒരു ഇത് അഭിമാനം വന്നു കഴിഞ്ഞോ തലയിലേക്ക്? ഇനി അഡ്മിഷൻസിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു കോളേജിൽ തന്നെ കിട്ടാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ. ഇനി ജെഇ എഴുതാൻ പോകുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അതായത് ചില കുട്ടികൾ എഴുതണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുണ്ടാവും. ചില കുട്ടികൾ എന്തുണ്ടാവില്ല, തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അവരോടൊക്കെ വേണ്ടിയിട്ട് മോനിക്ക് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? അവസാനം മീൻസ് ഈ വീഡിയോന്റെ അവസാനം, നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇതല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ജെഇ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ ഇതിന് ഡിസിഷൻ എടുക്കണം ആദ്യം തന്നെ. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ജെഇ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള പല അവസരങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഡിമോട്ടിവേറ്റ് ആവാതെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തന്നെ മുമ്പോട്ട് പോകണം. നിങ്ങൾ കൊണ്ട് പറ്റുന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. കാരണം ഇത് നിങ്ങൾ സ്വപ്നം കണ്ട് ഇതിനു വേണ്ടി വേണ്ട പോലെ പ്രിപ്പറേഷൻ നടത്തി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പാണ്, ഇതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കും. അപ്പം നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ജേണിയെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് സൈലത്തിൻ്റെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫൈസാന്റെ കഥ. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഇവിടെ വരണം, ഇതേപോലെ തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അല്ലെ, ഇന്ന് നമ്മുടെ കുട്ടിയോട് സംസാരിച്ചു, ഇല്ലേ, ഈ വർഷത്തെ കുട്ടിയോട് സംസാരിച്ചു. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിനിപ്പം നിങ്ങൾ നന്നായിട്ട് ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ പിന്നെ ജെഇക്ക് വേണ്ടി പഠിക്കും, എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ജെഇ നേടിയെടുത്തിരിക്കും എന്നുള്ള ഒറ്റ ഡിസിഷൻ മതി. ബാക്കി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. ഓക്കെ മക്കളെ, താങ്ക് യു വെരി മച്ച്.